Sit. Once again, welcome to EFR Education. Arya ma'am സീരിയസ് ആയിട്ട് പറഞ്ഞു എക്സാമിന് ഇനി ഏകദേശം 50 ദിവസങ്ങളാണുള്ളത്. ഓക്കെ, പ്രൊവൈഡഡ് ജൂൺ 26 നിങ്ങൾ എക്സാം എങ്കിൽ ജൂൺ 21 തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50 ദിവസം കൊണ്ട് പഠിച്ച നെറ്റോ ജെആർഎഫ് കിട്ടുമോ? 50 ദിവസം കൊണ്ട് പഠിച്ച നെറ്റോ ജെആർഎഫ് കിട്ടുമോ? കിട്ടും. ഞാൻ ആര്യമേം പറഞ്ഞ പോലെ എനിക്ക് 2 സബ്ജക്റ്റിൽ ജെആർഎഫും 8 സബ്ജക്റ്റിൽ നെറ്റും ഉണ്ട്. ഇത് 8 ഞാൻ 50 ദിവസത്തിൽ താഴെയാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 8 ഞാൻ 50 ദിവസത്തിൽ താഴെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തവണ ഒക്കെ കിട്ടുന്നത് നമുക്ക് ലക്ക് എന്നൊക്കെ പറയാൻ പറ്റും. 8 നെറ്റ് 2 ജെആർഎഫ് മൊത്തം ലക്ക് എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ 50 ദിവസം കൊണ്ട് പഠിച്ച നെറ്റോ ജെആർഎഫ് കിട്ടും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് 10 പോയിന്റുകളിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറെ ടോപ്പിക്കുകളും കോണ്ടന്റുകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും ഒരു സിമ്പിൾ ട്രിക്ക് ജെആർഎഫ് കിട്ടാൻ എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സിമ്പിൾ പോയിന്റ് പറഞ്ഞുതരാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ നമുക്കറിയാം 1% ആളുകൾക്ക് മാത്രമാണ് ജെആർഎഫ് കിട്ടുക. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്ന 1% ഒരാൾ നമ്മളാവണം അല്ലെ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്ന 1% ഒരാൾ നമ്മളായിരിക്കണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വർക്ക്ഷോപ്പ് മിക്കവാറും ജെആർഎഫ് ഹോൾഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ 1% ഫ്രണ്ട് ബെഞ്ച് ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുക. ഓക്കെ, എവരിബഡി ഓരോരുത്തർ ഈ ഫ്ലോറിലുള്ള ഫ്രണ്ട് ബെഞ്ചിൽ കയറിയിരിക്കുക. ഓക്കെ, ഫ്രണ്ട് ബെഞ്ച് ഇരുന്നവർക്കൊക്കെ ജെആർഎഫ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ പലർക്കും ജെആർഎഫ് കിട്ടുന്നതാണ്. പ്ലീസ് കം, എനിബഡി കം ആൻഡ് സിറ്റ് ഇൻ ദ ഫ്രണ്ട് ബെഞ്ച്. ജാവിദ്, ആളുകൾ ഇരിക്കാത്ത ചെയറൊക്കെ വലിച്ചിടുക. ഫ്രണ്ട് ബെഞ്ചിലേക്ക് വരാം, ഫ്രണ്ടിലേക്ക് വരാം. കമോൺ. നമ്മള് ക്ലാസ് തുടങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത ആളുകൾ ഇരിക്കാത്ത ചെയറുകളൊക്കെ ഇവിടെ ഒരു 3 ജെആർഎഫ് ഹോൾഡേഴ്സിന്റെ സീറ്റ് ഉണ്ട്. മലയാളികൾക്ക് ആവില്ല, ഗുവാഹത്തിയോ പൂനെയിലോ കുട്ടികൾക്കുള്ള സീറ്റ് ആയിരിക്കും. ഇതൊന്ന് മാറ്റി വെക്കണം, അവർ വരാൻ സാധ്യതയില്ല. ഓക്കെ, ഈ ജെആർഎഫ് ഹോൾഡേഴ്സിന്റെ സീറ്റ് ഒന്ന് മാറ്റി വെക്കണം. സോ വിൽ സ്റ്റാർട്ട്. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഡിഫറെന്റ് ആയിട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ കുറച്ച് പോയിന്റുകൾ, 10 പോയിന്റുകൾ പറയാ എന്നുള്ളതാണ് ഇന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണക്കുകൾ ചെയ്യാം, ലോജിക്കൽ റീസണിംഗ് ചെയ്യാം, ബാക്കിയുള്ള ആസ്പെക്റ്റിലേക്ക് ചെയ്യാം. അപ്പൊ ഈ പരീക്ഷയ്ക്ക് കുറെ ടഫ് ടോപ്പിക്കുകൾ ഉണ്ട്. ഓക്കെ, കൂടുതൽ ആളുകളും ടഫായിട്ട് പറയുന്ന കുറെ ടോപ്പിക്കുകൾ ഉണ്ട്, കുറെ സിലബസുകൾ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ബേസിക്കലി ആദ്യത്തെ ഒരു സീക്രട്ട് ടു ക്വാളിഫൈയിങ് ജെആർഎഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻ ദ ടഫ് ടോപ്പിക്സ്. ഓക്കെ, അത് ടഫ് ടോപ്പിക്സിലാണ്. ജെആർഎഫ് കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ടഫ് ടോപ്പിക്കിൽ സ്കോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ എക്സാം എഴുതുന്ന 90% ആളുകൾക്കും ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മാത്തമാറ്റിക്കൽ റീസണിംഗ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിംഗ്. നിങ്ങളിൽ മെജോറിറ്റി ആളുകൾക്കും ടഫായിരിക്കും, എല്ലാവർക്കും ടഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ടഫ് ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ജെആർഎഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് പേപ്പർ 2 അങ്ങനെ ടഫ് ടോപ്പിക്സ് ഉണ്ടാവും കേട്ടോ. പേപ്പർ 2 അങ്ങനെ ടഫ് ടോപ്പിക്സ് ഉണ്ടാവും, പേപ്പർ 1 മാത്രമാണ് എന്നുള്ളതല്ല. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ടഫ് ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ പറ്റണം. എന്തുകൊണ്ടാണ് ടഫ് ടോപ്പിക്സ് പഠിക്കാൻ പറ്റാത്തത്? ഒന്നുമില്ല, ടഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബോറിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പല കാരണങ്ങൾ ഉണ്ടാവാം. ഇതാണുള്ളത്. അപ്പൊ മനസ്സിലാക്കാം, അവിടെയാണ് നമ്മളൊരു ത്രെഡ് കിടക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഫസ്റ്റ് ജെആർഎഫ് കിട്ടുന്ന സൈക്കോളജിയിലാണ്. അപ്പൊ ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാനിത് തുടങ്ങുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജി അല്ല. നിങ്ങൾക്കറിയാം, എനിക്ക് 8 ഡിഫറെന്റ് നെറ്റ് ഉണ്ട്. ഈ 8 സബ്ജക്റ്റിലും എനിക്ക് UG ബാക്ക്ഗ്രൗണ്ട് ഇല്ല കേട്ടോ. ഞാൻ UG സയൻസ് ആണ്, PG മൊത്തം ആർട്സാണ്. നെറ്റ് കിട്ടിയൊക്കെ ആർട്സിലാണ്, പക്ഷെ UG എടുത്തിട്ടുള്ളത് സയൻസിലാണ്. ഇന്ത്യൻ സിസ്റ്റത്തിൽ UG സയൻസ് ആയിരിക്കും, PG ആർട്സ് എടുക്കുക എന്നുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപൂർവ യൂണിവേഴ്സിറ്റികൾ സമ്മതിക്കുന്നില്ല, പക്ഷെ മെജോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റികളും സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു.
ഒന്നാമത് ഇതൊരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ആളുകളെക്കാളേറെ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. ടെക്നിക്കലി പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെ, നമുക്ക് എത്തിക്കലി സ്പിരിച്വലി ശരിയല്ല എന്നൊക്കെ പറയാം. പക്ഷെ ബേസിക്കലി ദിസ് ഈസ് വാട്ട് ദ സിസ്റ്റം പ്രിവൈലിംഗ് ഇൻ അവർ കൺട്രി. അതുകൊണ്ട് നമുക്ക് തോൽപ്പിച്ചേ പറ്റൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്താ ലിമിറ്റേഷൻസ് ചോദിച്ചാൽ, എനിക്ക് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, 2 എനിക്ക് PG കംപ്ലീറ്റും ആയിട്ടില്ല. എനിക്ക് കിട്ടിയ കംപ്ലീറ്റ് JRF നെറ്റും, ആദ്യം എനിക്ക് നെറ്റോ JRF ആണ് കിട്ടുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ PG ഫസ്റ്റ് സെം എക്സാം ചെയ്തത്, പിന്നെ PG സെക്കൻഡ് സെം എക്സാം ചെയ്തു, പിന്നെ PG തേർഡ് സെം, പിന്നെ PG കംപ്ലീറ്റ് ആകും. ഈവൻ JRF കിട്ടിയ കേസുകളിൽ പോലും സയൻസ് സൈക്കോളജിയിലും കൊമേഴ്സിലും ആദ്യം JRF കിട്ടിയതിന് ശേഷമാണ് PGയുടെ ഫസ്റ്റ് സെം സെക്കൻഡ് സെം ഒക്കെ എഴുതിയെടുത്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി രജിസ്റ്റർ ചെയ്തിടും, PGക്ക് രജിസ്റ്റർ ചെയ്തിടും, പിന്നെ നമുക്ക് സമയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ PG പഠിച്ചിട്ടില്ല, എനിക്ക് UG ബാക്ക്ഗ്രൗണ്ട് ഇല്ല. മാത്രമല്ല ആസ് യൂഷ്വൽ PG പറഞ്ഞ പോലെ ഡിസ്റ്റന്റുമാണ്. അപ്പൊ ഇങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോൽപ്പിക്കാനുള്ളത് 5 കൊല്ലമായി റെഗുലറായി PG പഠിച്ചിട്ടുള്ള, PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തോൽപ്പിക്കാറുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ എന്നെ പഠിപ്പിച്ചിരുന്ന ആളുകൾ പോലും ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇത് പഠിച്ച ആളുകളാണ്. അപ്പൊ അവിടെ എവിടെയാണ് എനിക്ക് എക്സ്ട്രാ അടിച്ച് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, എനിക്ക് ടഫ് ടോപ്പിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ബോറിംഗ് ടോപ്പിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ടീച്ചറായിട്ട് 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. ഞാൻ സിവിൽ സർവീസ്, ഗവൺമെന്റ് സിവിൽ സർവീസ് അക്കാഡമിയിലൊക്കെ ഫാക്കൽറ്റി ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവരോട് പറയാം, അടുത്ത സീസണിൽ ഞാൻ ഏതാ ക്ലാസ് എടുക്കുന്ന വെച്ചാൽ കുട്ടിക്ക് ഏറ്റവും ബോറിംഗ് ഉള്ള ടോപ്പിക് ഏതാ, അത് ഞാൻ എടുത്തോളാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഒരു കേസിൽ എന്നോട് പറഞ്ഞു, അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഭയങ്കര അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട്, ഇത് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ഇന്ത്യയിൽ തന്നെ ആരും ഇത് നോക്കുന്നില്ല എന്നൊക്കെ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു കേട്ടോ. എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം തന്നെ എനിക്ക് സൈക്കോളജി ഇഷ്ടപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കാരണം ബാക്കിയുള്ളവർക്കൊന്നും അത് ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു. ഐ ഫെൽ ഇൻ ലവ് വിത്ത് സ്റ്റാറ്റി ഈവൻ ബിഫോർ ഐ ഡോണ്ട് നോ വാട്ട് സ്റ്റാറ്റി ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, അപ്പം ബേസിക്കലി അതായിരുന്നു എന്റെ എക്സ്ട്രാ അടിച്ച്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇഷ്ടപ്പെട്ട് തന്നെ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ ഇറ്റ് സീംസ് ടു ബി ഈസി. പിന്നെ ബോറിംഗ് അല്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്, ദർ ആർ ഓൺലി, നിങ്ങൾ പലരും ടീച്ചർമാരായിരിക്കും, ടീച്ചർമാരാവാൻ പോവാണ്, നിങ്ങളോട് കൂടി പറയാനുള്ളതാണ്, ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്, ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി ഓർ റെഡ് ബോറിംഗ്ലി ഓർ ലേൺ ബോറിംഗ്ലി ഓർ റിട്ടൺ ബോറിംഗ്ലി. ഓക്കെ, അല്ലാതെ ഒരു ടോപ്പിക്കും ബൈ നേച്ചർ ബോറിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടു. ഇന്നും എനിക്ക് പേപ്പർ 1 ഏറ്റവും ഇഷ്ടം മാത്സ്, ഡാറ്റ, ലോജിക്കലാണ്. ഓക്കെ, മാത്സ്, ഡാറ്റ, ഇനി അതിന്റെ ഉള്ളിലേക്ക് പോയാൽ ഏതായിരിക്കും? മാത്സിലേക്ക് പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ടൈം ആൻഡ് ഡിസ്റ്റൻസും ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടുമാണ്. ഓക്കെ, ലോജിക്കൽ റീസണിംഗിൽ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിലെ തന്നെ ഓക്കെ, നമ്മളെ അഭാവ, നോൺ എക്സിസ്റ്റൻസ്, സാധാരണ, അസാധാരണ, അനുപസംഹാരി, അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് എനിക്ക് ഇന്ത്യൻ ലോജിക്കൽ ഇഷ്ടം. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ എനിക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇഷ്ടം. ഓക്കെ, അതിൽ തന്നെ ഒരു ബോട്ടും അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടം. ഓക്കെ, കൂടുതൽ സന്തോഷമായി എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ലവ് ദ ബോറിംഗ് ടോപ്പിക്സ്. ഓക്കെ, ദ ഫസ്റ്റ് സീക്രട്ട് ഈസ് ലവ് ദ boring topics. That's going to play a crucial role here. അതാണ് നിങ്ങളുടെ റിസൾട്ടിൽ, എൻ്റെ എല്ലാ റിസൾട്ടിലും ഏറ്റവും ക്രൂഷ്യൽ റോൾ നിർവഹിച്ചിട്ടുള്ളത് ഈ 3 ടോപ്പിക്കുകളോടുള്ള എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, മാത്സ്, ഡാറ്റ, ലോജിക്കൽ എന്ന് ഇങ്ങനെ പേപ്പർ 2 ഉണ്ടാവും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക. അത് എന്തുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഇഫറൈറ്റ്സിന്റെ മീറ്റിംഗിൽ എന്നോട് ഒരു കുട്ടി പറഞ്ഞു, മറ്റേ ടോപ്പിക്ക് കുറെ പഠിച്ചിട്ട് റെഡി ആവുന്നില്ല, നല്ല ടഫാണ് സംഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ടഫ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, സാറ് ഈ ടഫ് ടോപ്പിക് ഒക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ടേക്ക് എന്താന്ന് ചോദിച്ചാൽ, ഈ ടഫ് ടോപ്പിക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. എന്തിന്? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, അത് നിങ്ങളെ കൂടെ പഠിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഇതൊരു മത്സര പരീക്ഷയാണല്ലോ, ഓരോ നിങ്ങൾക്ക് തോൽപ്പിക്കണമല്ലോ. നിങ്ങൾക്ക് ടഫായ ടോപ്പിക്കൊക്കെ ഓർക്കും ടഫാവുമല്ലോ, അതുകൊണ്ട് ഓലത് പഠിക്കൂലല്ലോ, പക്ഷെ നിങ്ങളിത് പഠിക്കുമല്ലോ, അപ്പോൾ ഓർക്ക് കിട്ടാത്ത മാർക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ദൈവം ടഫ് ടോപ്പിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. ദൈവമേ നിനക്ക് നന്ദി, എന്റെ കോമ്പറ്റീറ്റേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ടഫ് ടോപ്പിക്കുകൾ സൃഷ്ടിച്ചതിന്. ദൈവമേ നിനക്ക് നന്ദി, ബാക്കിയുള്ളവർക്ക് ടഫ് ടോപ്പിക്കുകളും ബോറിംഗ് ടോപ്പിക്കുകളും ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാനുള്ള ധൈര്യവും ശക്തിയും എനിക്ക് നൽകിയതിന്. അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. സോ ഇന്ന് നമ്മൾ ടഫ് ടോപ്പിക്കുകൾ മാത്രം ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ, സോ കോൾഡ് maybe mathematical reasoning, maybe data interpretation, maybe logical reasoning.
അപ്പൊ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, ഓരോരോ ടഫ് ടോപ്പിക് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ദൈവം എൻ്റെ കൂടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ടോപ്പിക്ക് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ നല്ല ബോറിംഗ് ആണ്, അതുകൊണ്ട് ആ കുട്ടികളൊന്നും പഠിക്കൂല. പക്ഷെ എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ the system is going to work. So this is the first thing. രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യം, പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കൺസേൺ ആണ് ടൈം ഇല്ല എന്നുള്ളത്, അല്ലെ? പേപ്പർ 1 പഠിച്ച് തീരാൻ സമയമല്ല, അപ്പൊ പേപ്പർ 2 പഠിക്കാനുള്ള സമയമല്ല. PYQ നോക്കുകയാണെങ്കിൽ PYQ വേറെ കുറെ ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിൽ തന്നെ പേപ്പർ 1 16 ഷിഫ്റ്റ് ഓഫ് എക്സാമുകൾ ഉണ്ട്. 16 ഷിഫ്റ്റ് ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ ഏകദേശം 800 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേപ്പർ 1 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ 1 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, യു ഹാവ് 800 ക്വസ്റ്റ്യൻസ്. അതിന്റെ ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ബേസിക്കലി 800 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 800 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസേൺ പറയുന്നത് സമയമില്ല. എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കും. ഡിഫറെന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ഉണ്ടാവും, മക്കളുള്ള ആളുകൾ ഉണ്ടാവും, ജോലിയുള്ള ആളുകൾ ഉണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, മറ്റു പല എൻഗേജ്മെന്റ്സ് ഉള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, സമ്മർ വെക്കേഷൻ എന്നൊക്കെ പഠിക്കാൻ നല്ല സുഖമാണെന്നാണ് പൊതുവെ ഒരു ധാരണയെങ്കിലും ഒരു പാരന്റ്സിനെ സംബന്ധിച്ച് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് വെക്കേഷൻ എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടഫായ ടോപ്പിക്കൊക്കെ ബാക്കിയുള്ളവർക്ക് ടഫ് എന്ന് പറയുന്ന പോലെ നമുക്ക് വെക്കേഷൻ കിട്ടുമ്പോൾ മക്കൾക്കും വെക്കേഷൻ ആവുന്നത്, അല്ലെ? വീട്ടിലുള്ളവർക്കൊക്കെ വെക്കേഷൻ ആവുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന കൺസേണുകൾ ഒന്നാണ് ടൈം ഇല്ല, ടൈം മാനേജ് ചെയ്യാനില്ല എന്നുള്ളത്. അതിന്റെ സിംഗിൾ ആസ്പെക്ട് ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ഇപ്പം ഒറ്റ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന ഒരു സമയം കുറെ പോവും. ഓക്കെ, ചെയ്യാൻ സമയം കിട്ടൂല. സോ ബേസിക്കലി എന്താ സംഭവം എന്ന് ചോദിച്ചാൽ സമയം കിട്ടാത്ത പ്രശ്നമല്ല, ചെയ്യാൻ അറിയാത്ത പ്രശ്നമാണ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടി അറിയില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടി അറിയാത്തപ്പോ നമുക്കറിയുന്ന എല്ലാ രീതിയിലും ചെയ്തു പോകും. ഒന്ന് ഇങ്ങനെ ഇതിലെ പോയി വെക്കുക, ഉത്തരത്തിലെത്തുവോ, ഇനി ഇതിലെ പോയി വെക്കുക, ഉത്തരത്തിലോ, ഇനി അതിലെ പോയി വെക്കുക, ഉത്തരത്തിലെത്തുവോ, അല്ലെങ്കിൽ വേറൊരു മെത്തേഡിലൂടെ പോയി വെക്കുക, ഇതിൽ പോകാനും ഉത്തരത്തിലെത്തുമല്ലോ, അരമണിക്കൂർ കഴിയും ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും ടൈം ഇഷ്യൂ. ഓക്കെ, നോളേജ് ഇല്ലാത്തതാണ് പ്രശ്നം, ടൈം ഇല്ലാത്തതല്ല. ഓക്കെ, ഒരുപാട് ആളുകൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു പ്രശ്നമേ അല്ല, ടൈം ഒരു പ്രശ്നമല്ല. കാരണം ഓൾക്ക് അത് ചെയ്യാനറിയാം, ഓൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനറിയാം. അപ്പൊ മനസ്സിലാക്കുക, നമ്മളെ എക്സാമിനെ സംബന്ധിച്ച് കാരണം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മാത്സ് ഒന്നുമല്ല, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഹൈലി അപ്ലിക്കബിൾ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻ ഫാക്ച്വൽ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് UGC നെറ്റ് എക്സാം എന്നുള്ളത്. UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഞാൻ പറയും ടൈം ഇഷ്യൂ ഇല്ല, നോളേജ് ഇഷ്യൂ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചോദ്യത്തിന് ഉത്തരം അറിയാത്ത ഇഷ്യൂ ഉള്ളൂ. ഇതാണ് ആദ്യത്തെ ആസ്പെക്ട്. രണ്ടാമത്തെ ആസ്പെക്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ബേസിക്കലി നമ്മൾ പറയാറുണ്ടല്ലോ, രാത്രി ഉള്ള കാലത്തോളം ഓക്കെ സമയമില്ല എന്ന് പറയരുത്. നിങ്ങൾ ഉറങ്ങുന്ന കാലത്തോളം സമയമില്ല എന്ന് പറയരുത്. ഓക്കെ, നമുക്കൊക്കെ രാത്രിയുണ്ട്, നമുക്കൊക്കെ ഓക്കെ ഉറങ്ങാതിരുന്നാൽ കൂടുതൽ സമയങ്ങൾ കിട്ടുന്ന ആസ്പെക്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വരും, ഉറങ്ങാമെന്നാ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടാവോ, എത്ര മണിക്കൂർ ഉറങ്ങണം? ഞാൻ പോയി പറയാറുണ്ട്, എന്നോട് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് ചിന്തിക്കാതെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടും. ഓക്കെ, ഈ എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പഠിപ്പ് തുടങ്ങുന്ന തന്നെ ആ മണിയായ എനിക്ക് ഉറങ്ങാലോ എന്നുള്ള നിയത്തോടു കൂടിയാണ്, അല്ലെ? 2 മണിക്കൂർ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ 7 മണിക്ക് പഠിച്ചുറങ്ങിയാൽ 9 മണിക്ക് എനിക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ 9 മണിക്ക് എനിക്ക് പഠനം നിർത്താം. സ്ഥലകാല സമയബോധമില്ലാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരു മൊമെന്റിലാണ് നിങ്ങൾക്ക് JRF കിട്ടുക. അപ്പൊ ഉറങ്ങൂലേ? ഉറങ്ങും. ഭക്ഷണം കഴിക്കൂലേ? ഭക്ഷണം കഴിക്കും. പക്ഷെ അതൊന്നും ഒരു പ്ലാനിൽ ഉണ്ടാവില്ല. ഇതൊക്കെ പ്ലാനിൽ ഉണ്ടാവുള്ള പ്രശ്നം എന്താ വെച്ചാൽ പഠിപ്പ് പ്ലാനിൽ ഉണ്ടാവില്ല. ഓക്കെ, പഠിപ്പ് നടക്കൂല എന്നുള്ളതാണ്. അപ്പൊ സമയമില്ലാത്ത പ്രശ്നമല്ല, ഇനിയും മതിയായ സമയമുണ്ട്. ഈവൻ വി ഹാവ് 50 ദിവസങ്ങളാണ് നമുക്ക് ഇനി അവൈലബിൾ ഉള്ളൂ എങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൽ താഴെ ദിവസങ്ങളാണ് ഉള്ളതെങ്കിൽ പോലും വി ഹാവ് ഇനഫ് ടൈം. നമുക്ക് ഇനഫ് ടൈം ഉണ്ട്. ആ സമയത്ത് പഠിച്ചാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. അതിന്റെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇത്രയാണ് ആദ്യത്തെ ഒരു 2 ആസ്പെക്റ്റിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്കിലേക്ക് പോകാം. ഓരോരോ ടോപ്പിക്കുകൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 8 പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഐ മീൻ ലോജിക്കൽ, ഡാറ്റ, മാത്സിലെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതല്ലാത്ത ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ വിൽ ബി കൺസിഡറിങ്
ആ സമയത്ത് നമുക്ക് നോക്കാം. സോ അതിൽ ആദ്യം തന്നെ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ലോജിക്കൽ റീസണിംഗ്. ലോജിക്കൽ റീസണിംഗ് എന്നുള്ള ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വി ഹാവ് ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ലോജിക്കൽ റീസണിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ടോപ്പിക് ഏതാണ്? ലോജിക്കൽ റീസണിങ്ങിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ആർഗ്യുമെന്റ്സ്, ഓക്കെ, അതുപോലെ തന്നെ മൂഡ് ആൻഡ് ഫിഗർ, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ഫാലസീസ്, ഇന്ത്യൻ ലോജിക്, വെൻ ഡയഗ്രാം, ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക് ഏതാണ്? Fallacies. Then what about others? Indian logic. Then yeah, so basically ലോജിക്കൽ റീസണിങ്ങിൽ 3 ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് വരാറുള്ളത്. ലോജിക്കൽ റീസണിങ്ങിൽ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും 3 ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് നിങ്ങൾ പറഞ്ഞ ഫാലസീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മൂന്നാമത്തത് ഇന്ത്യൻ ലോജിക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, സോ വി ഹാവ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ഫാലസീസ്, ഇന്ത്യൻ ലോജിക്. ഈ 3 ടോപ്പിക്കുകളാണ് ലോജിക്കൽ റീസണിങ്ങിലെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകൾ. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ, ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 3 ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ആണ്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ആണ്. അപ്പൊ സ്ക്വയർ ഓഫ് ഒപ്പോസിഷന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പല വർക്ക്ഷോപ്പുകളും പല യൂട്യൂബ് വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെ പല യൂട്യൂബ് വീഡിയോയിലും ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യേണ്ടതില്ല എന്നാണ് ഓക്കെ എൻ്റെ ടേക്ക്. നോർമലി അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടാത്ത ലോജിക്കൽ ഇക്വാലൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കോൺസെപ്റ്റുകൾ, ഓക്കെ, അതുപോലെ തന്നെയുള്ള ചില നോർമലി ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ, ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ പോലെയുള്ള ഫാലസികൾ. ഇപ്പൊ നോർമലി നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സബാൾട്ടേൺ, കോൺട്രഡിക്ടറി, ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ട്രൂ. ഓക്കെ, അതുപോലെ തന്നെ ഫാലസീസ് വരുന്ന സമയത്ത് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി, ഫാലസി ഓഫ് ആക്സിഡന്റ്, ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ നോർമലി പഠിക്കാത്ത എന്നാൽ റീസെന്റ് ആയിട്ടുള്ള എക്സാമുകളെ വെച്ച് നോക്കുന്ന സമയത്ത് എക്സാമിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് ആസ്പെക്ട് ആണ് ബേസിക്കലി സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ. അപ്പൊ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ള 2 കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ള 2 കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ബേസ് മനസ്സിലാക്കണം. ഒരു ബേസ് മനസ്സിലാക്കി ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഓക്കെ, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയ കുറെ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളും നമ്മൾ തോൽക്കാനുള്ള ഒരു കാരണമാണ്, അല്ലേ? ചില ശീലങ്ങൾ എന്തിനാന്നൊന്നും അറിയില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം വന്നപ്പോൾ നിങ്ങളൊക്കെ എന്തിനാ എണീറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതൊരു ശീലമാണ്, കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ശീലമാണ്. ഓക്കെ, ആവശ്യമില്ല എന്ന് പേഴ്സണലി അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, പേഴ്സണലി അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടീച്ചറായ സ്പേസിലെങ്കിലും നിങ്ങൾ അത് നോക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ പോട്ടെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പഠനത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു പ്രശ്നത്തിന്റെ ശീലം എന്താ അറിയോ? ക്ലാസ്സിൽ എടുക്കുന്നത് ഫുള്ള് നോട്ട് ചെയ്ത എന്നുള്ള ശീലം. ഓക്കെ, ഞാനൊക്കെ കോളേജിൽ പോയിരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പഠിക്കാനൊന്നുമല്ല, മിസ് എടുക്കുന്നത് ഫുള്ള് നോട്ട് ചെയ്താൽ വേണ്ടിയിട്ടാണ് കോളേജിൽ പോയി. ഞാൻ പിന്നെ എനിക്കത് ഇതിന്റെ ബോധം വന്നു കേട്ടോ, അസൈസ് ചെയ്തപ്പോ എന്തിനാ കോളേജിൽ പോണേ? മിസ് ക്ലാസ് എടുക്കുന്ന മൊത്തം എഴുതാൻ. പിന്നെ പഠിക്കപ്പെടാ പഠിക്കാൻ പിന്നെ പരീക്ഷന്റെ മുമ്പ് വേറെ പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ട് വേണം. ഓക്കെ, അപ്പൊ ഞാൻ കുട്ടികളോട് പറയുന്നത് നോട്ട് ചെയ്തെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. വളരെ അപൂർവമായിട്ട് ചില ടേമുകൾ പെട്ടെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നോട്ട് ചെയ്തതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ് ഫുള്ള് നിങ്ങൾ നോട്ടൊന്നും എഴുതരുത്. കാരണം
പിന്നെ നമുക്ക് പഠിക്കാൻ സമയമല്ല. എവിടെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ചോദിച്ചാൽ, ഞാനിങ്ങനെ പറയുമ്പോൾ പലരും എന്നോട് പറയും, മാഷ് ഞാൻ നോട്ട് എഴുതിയാലേ എനിക്ക് പഠിക്കുള്ളൂ, മാഷ് നോട്ട് എഴുതണ്ട, ഞാനത് സമ്മതിച്ചു. ഞാൻ നോട്ട് എഴുതുന്നതിന് എന്താണ് പ്രശ്നം? എന്നെ നോട്ട് എഴുതാൻ സമ്മതിക്കും എന്ന് പറയും. ഇതിന്റെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായി ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരീക്ഷയിൽ ബാക്കിയുള്ളവർ തോൽപ്പിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ഈ ഒരു കുട്ടി 2 മണിക്കൂർ ക്ലാസ്സിൽ അധികം നോട്ടൊന്നും എഴുതാതെ ആവശ്യത്തിന് നോട്ട് എഴുതി കുറെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നു. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നമ്മൾ ആ 2 മണിക്കൂറിൽ ഫുള്ള് നോട്ട് എഴുതിയെടുക്കുന്നു. എന്നിട്ട് അടുത്ത 3 മണിക്കൂർ പഠിക്കുന്നു. പക്ഷെ ആ കുട്ടി ഉണ്ടല്ലോ, നമ്മൾ തോൽപ്പിക്കാൻ പോകുന്നു, ആ കുട്ടി 2ാമത്തെ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്നു. അവിടെ ഇതൊരു പ്രശ്നമാണ്. ഇതൊരു ഡിഗ്രി എക്സാമിനോ PG എക്സാമിനോ ഇതൊരു പ്രശ്നമല്ല. കാരണം അതിലെല്ലാവരും പഠിച്ചാൽ എല്ലാവരും ജയിക്കും. എല്ലാവരും പഠിച്ചാൽ എല്ലാവരും ജയിക്കുന്ന കളി വലിയ പ്രശ്നമല്ല. അതിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാതിരിക്കാം, നിങ്ങളെ ഇഷ്ടമാണ്. ബട്ട് ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. ഈ എക്സാമിന് ഇന്നത്തെ 4-5 മണിക്കൂറിൽ നിങ്ങൾ ഫുള്ള് നോട്ട് എഴുതുകയാണെങ്കിൽ 4-5 മണിക്കൂറിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഈ 5 മണിക്കൂറിന് പഠിക്കാൻ ചിലപ്പോൾ 6-7 മണിക്കൂർ വേറെ വേണ്ടി വരും. ഓക്കെ, 6-7 മണിക്കൂർ വേറെ വേണ്ടി വരും. അത്രയ്ക്ക് ടൈമൊന്നും ഇല്ല ഇനി പരീക്ഷന് മുന്നേ. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയും, ലൈവ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ ലൈവിൻ്റെ ഒക്കെ റെക്കോർഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ലൈവിൻ്റെ ഒക്കെ റെക്കോർഡിങ്സ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ പറയും, സാറേ ലൈവ് അറ്റൻഡ് ചെയ്യാൻ ഒരു തിരക്കുണ്ടായിരുന്നു, ഞാൻ റെക്കോർഡിങ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. വളരെ സീരിയസ് കേസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ബാക്കിയുള്ള കേസിൽ ഞാൻ പറയും, 1 മണിക്കൂറിൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ 1 മണിക്കൂർ പോരാ. 1 മണിക്കൂറിൻ്റെ ലൈവിൻ്റെ റെക്കോർഡിങ്, 1 മണിക്കൂറിൻ്റെ ലൈവിൻ്റെ റെക്കോർഡിങ്സ് കാണാൻ 1.5 മുതൽ 2 മണിക്കൂർ വരെ വേണം. കാരണം എന്താ പറയുക, ലൈവിൽ ദാഹം വന്നാൽ വെള്ളം ഉണ്ടെങ്കിലേ കുടിക്കുള്ളൂ, ഇല്ലെങ്കിൽ പോയെടുക്കും. ഈ റെക്കോർഡിങ്ങിൽ ദാഹം ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ, ദാഹം വരുമ്പോൾ റെക്കോർഡിംഗ് ഒന്ന് പോസ് അടിക്കും. വെള്ളം കുടിക്കാൻ പോയടത്തുനിന്ന് ചിലപ്പോൾ ഫ്രിഡ്ജിൽ നാരങ്ങ ഉണ്ടാവും, ഒന്ന് വിശദമായിട്ട് ജ്യൂസ് അടിക്കും, അവിടുത്തെ ലോകവിവരങ്ങളൊക്കെ ഒന്ന് അറിയും. ഓക്കെ, ഇത് തിരിച്ചു വരും. സോ 1 മണിക്കൂറിന്റെ ലൈവ് റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരിക്കലും 1 മണിക്കൂറിന്റെ റെക്കോർഡിങ്സിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ലൈവ് ആവാം, ഇങ്ങനത്തെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളാവാം, അങ്ങനെ തന്നെ പറ്റും. നമ്മുടെ കോൺസെപ്റ്റിലേക്ക് തന്നെ പോവാം. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, അത്യാവശ്യമുള്ളത് മാത്രം നോട്ട് ചെയ്താൽ. ഓക്കെ, അത്യാവശ്യമുള്ളത് ഞാൻ നോട്ട് ചെയ്താണ് ഇത്ര കാലം ശീലിച്ചെന്നൊക്കെയുള്ള വലിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, ഡെഫിനറ്റ്ലി ക്രമേണ ശീലം മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന ശീലം, ഏത് ശീലം? ഉറക്ക വായിച്ചാൽ മാത്രമേ തലേ കയറുള്ളൂ അല്ലേ, വീട്ടിൽ നിന്ന് പഠിച്ച കാലത്ത്. പിന്നെ ഉമ്മ ഹോസ്റ്റലിലും ബാക്കിയുള്ളിടത്തൊക്കെ ആക്കിയപ്പോൾ ആ ശീലമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റേണ്ടി വന്നു. ഇപ്പൊ ജസ്റ്റ് കണ്ണുകൊണ്ട് ഇങ്ങനെ നീക്കൽ മാത്രമാണ്. ഓക്കെ, ഒരു ടാബ് എടുക്കുന്നു, കണ്ണിങ്ങനെ നീങ്ങുന്നുണ്ടാവും, അതാണ് എൻ്റെ പഠനം. നോട്ടുമില്ല, വായനയില്ല, ഒച്ചയില്ല, ശബ്ദമില്ല, നെറ്റും ചേർപ്പൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ശീലമൊക്കെ മാറ്റാൻ പറ്റും. സോ കമ്മിങ് ടു സ്ക്വയർ ഓഫ് അപ്പോസിഷൻ. ഓക്കെ, അപ്പൊ സ്ക്വയർ ഓഫ് അപ്പോസിഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആസ്പെക്ട് എന്താണ്? ഓക്കെ, പ്രപ്പോസിഷൻ എന്ന് പഠിക്കണം. ഓക്കെ, എന്താണ് പ്രപ്പോസിഷൻ എന്ന് പഠിക്കണം. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗിൽ വേണമെങ്കിൽ അവിടെ മൗസ് ഉണ്ട്, മൗസ് അതിന്റെ ബാക്കിലെ സ്വിച്ച് ഓൺ ആക്കിയ ആ ചെയറിൽ. യാ, ഓക്കെ, സോ വി ഹാവ് പ്രപ്പോസിഷൻ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രപ്പോസിഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്നത് നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കുകളൊക്കെ നോർമലി പഠിക്കാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, എന്നിട്ട് ഈ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം പോകുന്നതിന് മുമ്പ് ഞാനൊരു 20 ചോദ്യം ചോദിക്കും. ആ 20 ചോദ്യത്തിൽ ഒരു 17 മുതൽ 20 മാർക്ക് വരെ കിട്ടുന്ന ആളുകൾക്ക് JRF കിട്ടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒരു 14 മുതൽ 17 മാർക്ക് വരെ കിട്ടുന്നവർക്ക് നെറ്റ് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. 12 മുതൽ 13 വരെ പിന്നെ PhD ആണ് കേട്ടോ. സോ അപ്പം ശ്രദ്ധിക്കുക, റാൻഡമായിട്ട് ചോദിക്കുള്ളൂ. എക്സാം ഈസ് എ ഡിഫറെന്റ് തിങ്. എൻ്റെ ക്ലാസ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഒന്നുമില്ല, ടോട്ടലാണ്. ഞാനിങ്ങനെ ഓറലി ചോദിക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ഉത്തരങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയാണ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചു പറയും, അത് സ്കോർ ചെയ്യൊക്കെ നിങ്ങൾ പേപ്പറിൽ തന്നെയാണ് കേട്ടോ സ്കോറൊക്കെ. അപ്പം ആ ബോധ്യത്തോട് കൂടിയിട്ട് ഇന്ന് ക്ലാസ് ഫുള്ള് ശ്രദ്ധിക്കുക. UGC നെറ്റ് എക്സാമിന് ഇപ്പോൾ നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് വൈകുന്നേരത്തെ എൻ്റെ എക്സാമിന് നിങ്ങൾക്ക് നോട്ട് തുറക്കാൻ പറ്റൂല. സോ പോട്ടെ. അപ്പം സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് സ്ക്രീൻ വല്ലാവുന്നില്ല. ഫസ്റ്റ് ആസ്പെക്ട് ആണ് വി ഹാവ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്.
സ്റ്റിക്ക് ഇട്ടിരുന്നു. ഓക്കെ, വി ഹാവ് ഒരു സെന്റൻസിനെ, ഓക്കെ, ഒരു സെന്റൻസിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. Yeah, so proposition is a sentence like cats are animals, like, okay, all chairs are furnitures, okay, like pens are plastic. ഇങ്ങനെയുള്ള, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സെന്റൻസിനാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ? അപ്പൊ നമുക്ക് പ്രപ്പോസിഷൻ എന്താണ്, ഓക്കെ, പ്രപ്പോസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരു സെന്റൻസിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ സെന്റൻസിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റുമ്പോൾ, ഓക്കെ, ഈ സെന്റൻസിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റുന്ന സമയത്ത്, ഓക്കെ, അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെന്റൻസിനെ ഡിഫറെന്റ് കാറ്റഗറി ആക്കി മാറ്റുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ് കാറ്റഗറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ് കാറ്റഗറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വി ഹാവ് 4 ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടാണ് നോർമലി ഇതിനെ യൂസ് ചെയ്യുക. ഒന്ന്, either we will be having the category of all, or we will be having the category of no, or we will be having the category of some, or we will be having the category of some not. ഇങ്ങനെയുള്ള 4 കാറ്റഗറി ആയിട്ട്, ഓക്കെ, 4 കാറ്റഗറി ആയിട്ട് നമ്മൾ ഒരു സെന്റൻസിനെ മാറ്റുമ്പോൾ നമ്മൾ അതിനെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളതിനെ നമ്മൾ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നോ, നോ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നോ, സം പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നോ, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 4 കാറ്റഗറി ആക്കി മാറ്റി. ഇതിനെയാണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഫസ്റ്റ് ആസ്പെക്ട്. ഇനി എന്താണ് സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ? അപ്പൊ ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് 4 ഒരു കോഡ് ഉണ്ട്. ഓളിനെ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, നോയെ ഇ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, സമ്മിനെ ഐ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, സം നോട്ടിനെ ഒ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ പ്രപ്പോസിഷൻ തീരുമാനമായി, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ തീരുമാനമായി, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ കോഡുകൾ തീരുമാനമായി. എ ഇ ഐ ഒ നോർമലി നമ്മൾ സ്കൂളിൽ പഠിച്ച വവൽസിന്റെ ഓർഡർ, എ ഇ ഐ ഒ, ഓക്കെ, വവൽസിന്റെ ഓർഡർ. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഇനി സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ. ഓക്കെ, ഇത് ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ബേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ. സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന, ഓക്കെ, ഈ പറയപ്പെടുന്ന 4 കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. യാ, ദിസ് ഈസ് ഇറ്റ്. സോ സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 4 റിലേഷൻഷിപ്പുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ 4 പ്രപ്പോസിഷൻസ് തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ് റിലേഷൻഷിപ്പ്? പേര് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓളും നോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ, ഓക്കെ, കോൺട്രറി എന്ന് പറയുന്നത്. ദെൻ സം നോട്ടും സമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സബ് കോൺട്രറി എന്ന് പറയുന്നത്. ഓളും സമ്മും നോയും സം നോട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറയുന്നത്. സോറി, സബാൾട്ടേൺ എന്ന് പറയുന്നത്. ഓളും സം നോട്ടും നോയും സമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറയുന്നു. ഓക്കെ, സം ബേസിക് ആസ്പെക്ട്, ജസ്റ്റ് കുറച്ച് പേരുകൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇതാണുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ഓരോരോ ടോപ്പിക്കുകൾ പഠിക്കാൻ പോവാണ്. സോ അപ്പൊ ഇതിൽ എക്സാമിനെ സംബന്ധിച്ച്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ദ കോൺസെപ്റ്റ് ഓഫ് ഫസ്റ്റ് വൺ, ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത്. സോ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, വി ഹാവ്, നമ്മളൊരു പെർട്ടിക്കുലർ സംഭവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത്, ഓക്കെ, പറയുന്ന സമയത്ത് ആ പോപ്പുലേഷനിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. എക്സാമ്പിൾ വരും, ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനെ കുറിച്ച് പറയുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള എല്ലാവരെയും പറയുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ വന്നിട്ടുള്ള ദീസ് JRF ആസ്പിരൻസ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല.
കാരണം JRF ആസ്പിരൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഈ ഹാളിലില്ല. അപ്പൊ അതുകൊണ്ട് ഈ പോപ്പുലേഷൻ എന്താണ്? ഒരു അൺഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷൻ ആണ്. ഓക്കെ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏത് കാര്യത്തെക്കുറിച്ചാണോ, ഏത് പോപ്പുലേഷനെ കുറിച്ചാണോ പറയുന്നത്, ആ പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാത്ത കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഇല്ല കേസുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു കോൺസെപ്റ്റ് നോക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ബേസിക്കലി കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു. ഈ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷനിൽ വി ഹാവ് 4 കോൺസെപ്റ്റുകൾ ഉണ്ട്. യൂണിവേഴ്സൽ, പെർട്ടിക്കുലർ, അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇങ്ങനെയുള്ള 4 കോൺസെപ്റ്റുകളുണ്ട്. യൂണിവേഴ്സൽ, പെർട്ടിക്കുലർ, അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്ന 4 കോൺസെപ്റ്റുകളുണ്ട്. ഇതിൽ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് ഓള്, നോ, സമ്മ്, സം നോട്ട്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കേസുകളിൽ പറയുന്ന സമയത്ത് വീണ്ടും ആ പറയുന്ന എല്ലാവരെയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഒന്നുകൂടി വരും, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പം നമ്മൾ പറയുമ്പോൾ ഓൾ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ആണോ? ഓൾ എന്നുള്ളത് യൂണിവേഴ്സൽ ആണോ? ആണ്. നോ എന്നുള്ളത് യൂണിവേഴ്സൽ ആണോ? അല്ല എന്നാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. അപ്പൊ മനസ്സിലാക്കുക, ഓളും നോയും യൂണിവേഴ്സൽ ആണ്. എങ്ങനെ യൂണിവേഴ്സൽ ആവുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓൾ സ്റ്റുഡൻറ് പാസ് ദ എക്സാം എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്റ്റുഡൻറ്റും, ഓൾ സ്റ്റുഡൻറ് പാസ് ദ എക്സാം എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റുഡൻറ്റും പരീക്ഷ പാസ്സായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോ സ്റ്റുഡൻസ് പാസ് ദ എക്സാം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടി പോലും പരീക്ഷ പാസ്സായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു കുട്ടി പോലും പരീക്ഷ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞാൽ 100% കുട്ടികളും പരീക്ഷ തോറ്റുന്ന. അപ്പൊ യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരുന്ന ആദ്യത്തെ ആസ്പെക്ട് ഇതാണ്. നോ എന്നുള്ളത് യൂണിവേഴ്സൽ അല്ല എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് അങ്ങനെയാണ് ഓർമ്മ വരിക. അപ്പം നോ എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടി പോലും പരീക്ഷ പാസ്സായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് ഇറ്റ് ഈസ് ഓൾസോ യൂണിവേഴ്സൽ. ഓക്കെ, അതും യൂണിവേഴ്സൽ ആണ്. അപ്പൊ ഓളും നോയുമാണ് യൂണിവേഴ്സൽ. ഇനി പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പാർട്ടിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ് പെർട്ടിക്കുലർ എന്നുള്ളത്. പാർട്ടിക്കുലർ അല്ലെ, ഒരു പാർട്ടിനെ മാത്രം. സോ വി ഹാവ് ബോത്ത് സം ആൻഡ് സം നോട്ട് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആയിരിക്കും. ഓക്കെ, സം ആൻഡ് സം നോട്ട് എന്ന് പറയുന്നത് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക, ഒരു പാർട്ടിനെ സൂചിപ്പിക്കുന്നു. ഇനി അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം, പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണമായിട്ട് ഓൾ സ്റ്റുഡൻസ് പാസ് ദ എക്സാം, അതൊരു പോസിറ്റീവ് ഔട്ട്കം ആണ്. ഇനി സം സ്റ്റുഡൻസ് പാസ് ദ എക്സാം, അതും ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. ഓക്കെ, ഓൾ സ്റ്റുഡൻറ് പാസ് ദ എക്സാം എന്നുള്ളതും സം സ്റ്റുഡൻസ് പാസ് ദ എക്സാം എന്നുള്ളതും രണ്ടും വി ഹാവ് എ പോസിറ്റീവ് ഔട്ട്കം. ഓക്കെ, രണ്ടും നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് ഉള്ളത്. ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഔട്ട്കം, നോ സ്റ്റുഡൻറ് പാസ് ദ എക്സാം ഓർ സം സ്റ്റുഡൻസ് ഓക്കെ ഡിഡ്ന്റ് പാസ് ഓക്കെ എക്സാം, ബോത്ത് കേസിലും നെഗറ്റീവ് ഔട്ട്കം ആണുള്ളത്. ഇനി നമുക്ക് അതൊന്ന് സമ്മറൈസ് ചെയ്യാം. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓൾ ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഓൾ ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോ ആണ്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ സം ആണ്. പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സം നോട്ട് ആണ്. സോ ബേസിക്കലി ദിസ് ഈസ് ഡൺ. അപ്പം ആ സാധനം നമ്മൾ പഠിച്ചു. ഇനിയുള്ളതാണ് ഈ അഫർമേറ്റീവ് എന്നുള്ളതിനെ നമ്മൾ പോസിറ്റീവ് എന്നും പറയും. അഫർമേറ്റീവ് എന്നുള്ളതിനെ പോസിറ്റീവ് എന്ന് പറയും. ഇനി നമുക്കുള്ളതാണ് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്രപ്പോസിഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പെൻസ് ആണ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പെൻസ് ആണ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇനി നിങ്ങൾ എഴുതുക, ഇതിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലേ, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലേ, ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, സോ വി ഹാവ് യൂണിവേഴ്സൽ പോസിറ്റീവ് പ്രപ്പോസിഷൻ. സബ്ജക്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ, ഡിസ്ട്രിബ്യൂട്ടഡ്. പ്രെഡിക്കേറ്റ്
പ്രെഡിക്കേറ്റ് എന്താണ്? യാ, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പറയുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്, കൺഫ്യൂഷൻ തീർക്കുക. ഇത് മറ്റ് പല സ്ഥലത്തും ഇത് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എവിടെ ആവശ്യം വരുന്നുണ്ട് ചോദിച്ചാൽ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനറിനൊക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ആലോചിച്ചാൽ മതി. ഓൾ പെൻസ് എന്ന് പറയുമ്പോൾ പെൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ഓൾ പെൻസ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പെൻസും ഉണ്ട്. ഓൾ പെൻസ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പെൻസും ഉണ്ട്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും ഇല്ല. ലോകത്തുള്ള എല്ലാ പ്ലാസ്റ്റിക്കും ഇല്ല. ലോകത്തുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള പെന്നുകൾ മാത്രമാണുള്ളത്, അല്ലെങ്കിൽ പെന്നുകളായിട്ടുള്ള പ്ലാസ്റ്റിക് മാത്രമാണുള്ളത്. സോ ഹിയർ വിൽ ബി ഹാവിംഗ് subject as distributed and predicate as undistributed. Okay, next we have universal negative. നിങ്ങൾ എന്നെ ആലോചിച്ചൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഇനി എഴുതണം നിർബന്ധമില്ല, മനസ്സിലാലോചിച്ചാലും മതി. We have the concept no pen is plastic. Okay, no pen is plastic. Subject എന്താണ്, predicate എന്താണെന്നുള്ളതാണ്. Okay, no pen is plastic. What is subject and what is predicate is a question.